7 വർഷത്തെ അൺലിമിറ്റഡ് വാറണ്ടിയാണ്. അതായത് 7 വർഷത്തിൽ ഇത്രയും കിലോമീറ്റർ എന്നൊരു കണക്ക് പറയുന്നില്ല. നിങ്ങൾ മാക്സിമം ഈ ഓട്ടോ എന്താ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓട്ടോ ഫീച്ചറിൽ ഇട്ടിട്ടുണ്ട്, ഇഗ്നിഷൻ ഓൺ ആണ്. ഞാൻ ഈ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് സെൻസർ വരുന്നത്. ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം, വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ. 6 അഡാസ് ഫീച്ചറുകളാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒന്ന് ലെയിൻ കീപ്പ്. ഈ സൈഡിൽ നമുക്കൊരു ചെറിയൊരു ക്യാമറ കാണാൻ സാധിക്കും. ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ കാണുന്നത്. കാരണം ഞാൻ ഈ വാഹനത്തിലോട്ട് കയറി, വാഹനം ഇപ്പോൾ സ്റ്റാർട്ടാണ്, AC ഓൺ ആണ്, പക്ഷേ മീറ്ററിൽ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇതിപ്പം ഓണായി, ഇതാണ്ട് AC വർക്കിംഗ് ആണ്. അതേ സ്ഥാനത്ത് ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം എനിക്ക് വാഹനം ഇനി ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ വാഹനത്തിൽ കയറി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ വാഹനം ഫുൾ ഓഫായി. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുള്ള ഈ ഒരു കാര്യം ഭയങ്കര സ്മൂത്താണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് അത്യാവശ്യം നല്ല രീതിക്ക്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ അമേസിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു അമേസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ഫീച്ചേഴ്സാണ് ലെവൽ 2 അഡാസ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണുമ്പോൾ അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം ഈ ഒരു ഫ്രണ്ട് ഗ്രില്ല് തന്നെയാണ്. അതായത് ഇതിൻ്റെ നോസ് ഭയങ്കരമായിട്ട് വലുതായതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിഗ്നേച്ചർ ചെക്കേർഡ് ഫ്ലാഗ് പാറ്റേൺ ഗ്രില്ല് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന നടുക്ക് തന്നെ ഹോണ്ടയുടെ വലിയൊരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൊടുത്തിരിക്കുന്ന ഒരു ക്രോം ഫിനിഷ്, അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്ത പാറ്റേൺ ആയിട്ട് തന്നെ നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇൻഡിക്കേറ്റർ ഇല്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന DRൽ തന്നെ ഇൻഡിക്കേറ്റർ വരുന്ന ടൈപ്പാണ്. ഫ്രണ്ടിൽ വരുന്ന കംപ്ലീറ്റ് LED മാത്രമാണ്. അതിൽ വേറെ ഹാലജനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. തൊട്ട് താഴോട്ട് വരുമ്പോൾ ബമ്പറിൻ്റെ താഴത്തെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഫോഗ് ലാമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതും LED ഫോഗ് ലാമ്പ് തന്നെയാണ്. വലിയൊരു എയർ ഡാമ്പും കൂടെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ടോ ചെയ്യാനുള്ള ഹുക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് അട്രാക്റ്റീവായിട്ട് കാണുന്നത് നമ്മുടെ അലോയ്, അതായത് ഒരു പ്രിസിഷൻ കട്ട് അലോയ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 185 65 R15 ആണ്. 15 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് നമുക്ക് കിട്ടുന്നത്. മിറേഴ്സ് വിത്ത് ഇലക്ട്രിക്കലി ഫോൾഡബിളും ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് നമുക്ക് 360 ഇതിനകത്ത് വരുന്നില്ല. റിക്വസ്റ്റ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡിലും രണ്ട് സൈഡിലും റിക്വസ്റ്റ് സ്വിച്ച് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ശരിക്കും വാഹനത്തിലോട്ട് കയറാൻ വേണ്ടി കീ പോക്കറ്റിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പോലും കയറാൻ സാധിക്കുന്നുണ്ട്. സൈഡ് പില്ലേഴ്സ് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രോം ഫിനിഷാണ് ഡോർ ഹാൻഡിൽസും കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങോട്ട് കയറിയിരിക്കുന്നുണ്ട്. ഹോണ്ട സിറ്റിയുടെ ഒരു ചെറിയൊരു റിസംബ്ലൻസ് തോന്നുമെങ്കിൽ പോലും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു 3 ഡോട്ട്സ് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് ഡയറക്റ്റ് ഇങ്ങനെ കയറുന്നൊരു മോഡലാണ് വരുന്നത്. ബാക്കിലത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കും. ഇപ്പം ഷാർക്ക് ഫിൻ ആൻറ്റിന ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിക്കൊണ്ടിരിക്കുക. ഒരുമാതിരിപ്പെട്ട എല്ലാ വാഹനങ്ങളിലും ഷാർക്ക് ഫിൻ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡീഫോഗേഴ്സ് ലൈൻ കാണാൻ സാധിക്കും. ഏതായാലും സെഡാൻ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും റിയർ വൈപ്പർ ഇവിടെ ആവശ്യപ്പെടാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. അമേസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ്ങും പിന്നെ IV ടെക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ എഞ്ചിൻ ആണ് വരുന്നത്. അതായത് വേരിയബിൾ വാൽവ് ടൈമിങ്ങിൻ്റെയാണ് IV ടെക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പിന്നെയും എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹോണ്ട സിറ്റിയുടെ ഒരു റിസംബ്ലൻസ് തോന്നുമെങ്കിൽ പോലും ഒരു കാരണവശാലും അല്ല. ഇതൊന്നുകൂടെ നല്ല രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 3 ലൈൻ കാണാൻ സാധിക്കും. ബാക്കി ബ്രേക്ക് ആൻഡ് പാർക്ക് വരുന്നത് നോർമൽ LED-യും റിവേഴ്സ് ഇൻഡിക്കേറ്ററും ഹാലജൻ തന്നെയാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം വലിയൊരു ഹോണ്ടയുടെ ലോഗോ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ റിവേഴ്സ് ക്യാമറയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 360 ക്യാമറ നമ്മളിവിടെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും താഴെ 2 നോർമൽ റിഫ്ലക്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ബൂട്ട് സ്പേസ്. 416 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നേരത്തെ അപേക്ഷിച്ച് വലിയ വ്യത്യാസം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. കാഴ്ചയിൽ താഴെ ഒരു സ്റ്റീൽ വീലാണ് കൊടുത്തിരിക്കുന്നത്. 14 ഇഞ്ചാണ്. 75 70 R14 കൊടുത്തിരിക്കുന്നത്. അതായത് എമർജൻസി സിറ്റുവേഷൻ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു സ്പെയർ ടയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ്. നമുക്ക് ഈ സൈഡിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരാം. പക്ഷേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട്. ഈ സൈഡിൽ നമുക്കൊരു ചെറിയൊരു ക്യാമറ കാണാൻ സാധിക്കും. ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ കാണുന്നത്. കാരണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമ്മുടെ നോർമൽ 360 ഡിഗ്രി ക്യാമറയിൽ നമുക്ക് സൈഡ് വ്യൂ ഒക്കെ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്ലൈൻഡ് സ്പോട്ട്സ്, നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഒരു വാഹനം കടന്നു വരുന്ന സമയത്ത് പലപ്പോഴും ഈ ഒരു മിററിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് പിടിക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ഒരു ക്യാമറ വരുന്നത്. അപ്പോൾ ക്യാമറ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്ന് തന്നെ കാണാൻ സാധിക്കും. വാഹനത്തിനകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. തന്നെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർഷനാണ്. ഓട്ടോ ഡൗണും
ഓട്ടോ അപ്പും. അപ്പോൾ രണ്ടും ഓട്ടോ അപ്പ് ആൻഡ് ഓട്ടോ ഡൗൺ നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ ഗ്ലാസ് കിട്ടുന്നുണ്ട്. ലോക്ക് ചെയ്യാൻ വേണ്ടി, അതായത് പവർ വിൻഡോസ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം. ലോക്ക് അൺലോക്ക്, അതായത് ഡോറിൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടൺസ്, നമ്മുടെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയും ഫോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൈഡിലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ഇവിടെ എന്തെങ്കിലും സൈഡിൽ എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് പോലെ വെക്കാൻ സാധിക്കും. ഒരു സ്പീക്കറുണ്ട്, ഇവിടെ ട്യൂട്ടറും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡോർ തുറക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം വൈഡ് ഓപ്പൺ തന്നെയാണ്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഒരു മാനുവൽ വാഹനത്തിലാണ്, 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനത്തിലാണ്. ക്ലസ്റ്റർ മീറ്റർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പോലെ തന്നെ അത്യാവശ്യം എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഈ വാഹനം ഒന്ന് ഇഗ്നിഷൻ ഒന്ന് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഇഗ്നിഷൻ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കിടുക്കാച്ചി, അതായത് ഇത്രയും ഭാഗത്ത് ഒരു 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 7 ഇഞ്ചിൻ്റെ TFT കളർ ഡിസ്പ്ലേ തന്നെയാണ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡ് മാത്രം ഒരു അനലോഗ് മീറ്റർ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാം കാര്യങ്ങളും, അതായത് സീറ്റ് ബെൽറ്റ് ഇടുന്നതിൻ്റെ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം, സീറ്റിൽ ആളിരിപ്പുണ്ട് പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന കാണിക്കുന്നത്. ഇവിടെ ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. അത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലോട്ട് നമുക്ക് വരുന്ന ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. Type 2 അഡാസാണ് നമ്മുടെ ഈ വാഹനത്തിൽ വരുന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. 6 അഡാസ് ഫീച്ചറുകളാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒന്ന്, ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റം, LKAS എന്ന് പറയും. സ്റ്റിയേഴ്സ് ദ വീൽ ടു കീപ് യു ഇൻ ദ മിഡിൽ ഓഫ് ദ ലെയിൻ വൈൽ ക്രൂസിംഗ് അലോങ് ദ ഹൈവേ. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈനിൽ തന്നെ കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ലൈൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. രണ്ടാമത്തത് റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റമാണ്. വെൻ ദ കാർ സീംസ് ടു ഡീവിയേറ്റ് ഫ്രം ദ റോഡ് ബൗണ്ടറീസ് ഇറ്റ് ഗീവ്സ് ഓഡിയോ വിഷ്വൽ അലേർട്സ് വിത്ത് സ്റ്റിയറിംഗ് വീൽ സപ്പോർട്ട്. അതായത് ഏതെങ്കിലും രീതിക്ക് നമ്മുടെ വാഹനം കയ്യിൽ നിന്ന് വെട്ടുകയോ അല്ലെങ്കിൽ ഒരു സൈഡിലോട്ട് പോകുന്നു എന്ന് വാഹനത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വാർണിംഗ് ലൈറ്റും വിത്ത് ഒരു ഓഡിയോയും കൂടെ കൊടുത്തുകൊണ്ട് തന്നെ ഇത് സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ACC എന്ന് പറയും. ആക്സലറേറ്റ്സ് ആൻഡ് ബ്രേക്സ് ടു കീപ് യു അറ്റ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം അതർ കാർസ് വൈൽ ക്രൂയിസിങ്. അതായത് നമ്മൾ ക്രൂയിസ് സിസ്റ്റം ഓൺ ആയിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ വാഹനവും ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത് വരുന്നത് കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്, CMBS എന്ന് പറയും. പ്രൊവൈഡ്സ് ഓഡിയോ ആൻഡ് വിഷ്വൽ വാർണിംഗ് അലേർട്ട് ആൻഡ് അപ്ലൈസ് ബ്രേക്ക് വെൻ ദെയർ ഇസ് എ റിസ്ക് ഓഫ് കൊളീഷൻ. അതായത് ഫ്രണ്ടിലുള്ള വാഹനം സഡനായിട്ട് ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനം അത് സെൻസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന ഓട്ടോ ഹൈ ബീമാണ്. ഇംപ്രൂവ്സ് വിസിബിലിറ്റി ബൈ ഓട്ടോമാറ്റിക്കലി സ്വിച്ചിങ് ബിറ്റ്വീൻ ലോ ആൻഡ് ഹൈ ബീം. അതായത് രാത്രി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ നമുക്കൊരു കാഴ്ച ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, ഓപ്പോസിറ്റ് സൈഡ് വേറെ വാഹനമൊന്നും വരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഹൈ ബീം യൂസ് ചെയ്യുന്നതായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനം വരുമ്പോൾ ഇത് ലോ ബീം ഓട്ടോമാറ്റിക് ആക്കുന്നതാണ്. അടുത്ത് വരുന്ന ലീഡ് കാർ ഡിപ്പാച്ചർ നോട്ടിഫിക്കേഷൻ സിസ്റ്റം, നോട്ടിഫൈസ് യു വെൻ ദ കാർ അഹെഡ് ഡിപ്പാർട്സ്. അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള വാഹനം ഏതെങ്കിലും സിഗ്നലിൽ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ബ്രേക്ക് ചവിട്ടി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ള വാഹനം എടുക്കുന്ന സമയത്ത്, അതായത് അവർ ഓടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു അലേർട്ട് തരുന്നുണ്ട് ഫ്രണ്ടിലുള്ള വാഹനം പോയെന്നുള്ളൊരു സൂചന. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ അഡാസ് ഫീച്ചറിൽ കിട്ടുന്നത്. ഇനി ഈ ഒരു ഭാഗത്ത് വരുന്നത് നമ്മുടെ മീഡിയ കൺട്രോളിൻ്റെ കാര്യങ്ങൾ, വോളിയം കൂട്ടാനും കുറയ്ക്കാനും നെക്സ്റ്റ് പോകാനോ വോയിസ്, പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫംഗ്ഷനും വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്. ഈ ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും താഴോട്ടും മേളിലോട്ടും നമുക്ക് പോകുന്ന കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതിൽ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ഹോം തന്നെ പ്രസ് ചെയ്താൽ പിന്നെയും ബാക്ക് പോവും. നമുക്ക് G മീറ്റർ, സീറ്റ് ബെൽറ്റ്, സേഫ്റ്റി സപ്പോർട്ട്. ഈ സേഫ്റ്റി സപ്പോർട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അസിസ്റ്റ്. ഇതിപ്പം റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻസ്, പാർക്കിംഗ് സെൻസർ സിസ്റ്റം അത് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. കൊളീഷൻ മിറ്റിഗേഷൻ, ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോ ബ്രേക്കിംഗ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും കൂടെ ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. രാത്രി ഓടിക്കുന്ന സമയത്ത് ഇത് വെട്ടം ഒത്തിരി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മീറ്റർ കൺസോളിനകത്ത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്കിതിനകത്തൊരു ഓട്ടോ AC കാണാൻ സാധിക്കും. മാക്സിമം കൂൾ, അതായത് നല്ല ചൂടുള്ള സമയത്ത് മാക്സിമം കൂളിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാകുന്നതായിരിക്കും. ഞാൻ ഏതായാലും തൽക്കാലം സ്പീഡ് കുറയ്ക്കുക. ഏതായാലും ഈ നോബ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയതായിട്ട് കാണുന്നതല്ലാത്തതുകൊണ്ട് ഓക്കെ, അത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നൊരു മോഡലാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ ഇതിൽ ന്യൂ ഡിസൈൻ തന്നെയാണ്. എനിക്ക് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്ന എർട്ടിഗയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു റിസംബലൻസ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കുക. കാരണം ഈ ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. ഒരു സ്റ്റാൻഡപ്പ് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഒരു 8 ഇഞ്ചിൻ്റെ
ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഫിസിക്കൽ സ്വിച്ച് വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇപ്പോൾ ഫിസിക്കൽ സ്വിച്ച് നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ താഴെ ഒരു വയർലെസ് ചാർജിങ് കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്വിച്ച് ഇവിടെ തന്നെ വരുന്നുണ്ട്. സാധാരണ എല്ലാം നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു മോഡലിൽ ഇവിടെ ഒരു സ്വിച്ച് വരുന്നത് നല്ലൊരു കാര്യം. നമുക്ക് ആവശ്യം ഉള്ളപ്പം മാത്രം ഓൺ ചെയ്യുക, ഫോൺ വയ്ക്കുക. ഇനി ഫോൺ വെറുതെ വെച്ചാൽ പോലും ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകത്തില്ല. 2 USB A ടൈപ്പ് ആണ് വരുന്നത്. C അവൈലബിൾ അല്ല. 2 USB A ടൈപ്പ് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ അത്യാവശ്യം എന്തെങ്കിലും ചെറിയ വല്ല ഐറ്റംസ് ഒക്കെ വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഒരു ആംറസ്റ്റ് മിസ്സിംഗ് ആണ്. പിന്നെ നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സൈഡിലിരിക്കുന്ന സമയത്ത് ഞാൻ പറയാം അത് കാല് മുട്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞു പോകാം. റിയർ വ്യൂ മിറർ നമുക്ക് കാണാൻ സാധിക്കും. അത് മാനുവലി ഡിമ്മിംഗ് ടൈപ്പ് ആണ് വരുന്നത്. ഓട്ടോ ഡിമ്മിംഗ് നമുക്കിവിടെ അവൈലബിൾ അല്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. സൺവൈസർ കാണാൻ സാധിക്കും. വിത്ത് മിറേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഡ്രൈവർ സൈഡിലും മിറർ അവൈലബിൾ ആണ്. അതൊരു വലിയൊരു പോസിറ്റീവ് സൈഡാണെന്ന് ഞാൻ പറയാം. കാരണം ഡ്രൈവറിൻ്റെ ഇടയ്ക്ക് മുഖമൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ അടിപൊളിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കോമ്പിനേഷൻ സ്വിച്ചിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലൈറ്റ് ഓഫ് ഓട്ടോ ഫീച്ചർ കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഓട്ടോ ഫീച്ചർ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഓട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു ഫീച്ചർ. ഈ ഓട്ടോ എന്താ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓട്ടോ ഫീച്ചറിൽ ഇട്ടിട്ടുണ്ട്. ഇഗ്നിഷൻ ഓൺ ആണ്. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ്സ് ഓൺ ആകണം. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ്സ് 2 ഓഫാണ്. DRL മാത്രം ഓൺ ആയിട്ടുള്ളൂ. ഞാൻ ഈ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. ഇവിടെയാണ് നമ്മുടെ ലൈറ്റ് സെൻസർ വരുന്നത്. ലൈറ്റ്സ് ഈ ഒരു പോർഷൻ നമുക്ക് ലൈറ്റ് സെൻസർ കാണാം. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൺ ഈ ലൈറ്റ് സെൻസറിൻ്റെ മേലോട്ടൊന്ന് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും അവിടെ ബ്ലോക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ആ ഫോണൊന്ന് എടുക്കുക. ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് എപ്പോഴാണോ അതിലോട്ട് സെൻസർ മാറി ലൈറ്റ് വരുന്നത്, കുറച്ച് സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നതായിരിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഡിം ലൈറ്റാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എത്ര നേരം എടുക്കുമെന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. യെസ്, ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓഫായി തന്നെ നമ്മുടെ DRL അല്ലെങ്കിൽ ഡേ ടൈം റണ്ണിങഗ് ലൈറ്റ് ഓൺ ആയിരിക്കുകയാണ്. പാർക്ക് ലൈറ്റ്, ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാമറയുടെ സ്വിച്ച് വരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ ക്യാമറ, അതായത് ലെഫ്റ്റ് സൈഡിലെ ക്യാമറ ഓൺ ആകുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ ഇട്ടില്ല, നമുക്ക് ആ സൈഡ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് നമുക്ക് വളരെ കൃത്യമായിട്ടത് കാണാൻ സാധിക്കും. കണ്ടോ, ഈ ഒരു സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഈ സൈഡിൽ കൂടെ വരുന്ന വാഹനങ്ങളും നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സ്റ്റിയറിങ്ങിന് ടിൽറ്റ് ഫീച്ചറും കൂടെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ടിൽറ്റ് വരുന്നുണ്ട്. ടെലിസ്കോപ്പിക് അല്ല, ജസ്റ്റ് ടിൽറ്റ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ടിൽറ്റ് ചെയ്ത് താഴെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമ്മുടെ സീറ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിങ് നമുക്ക് മാനുവലായിട്ടാണ് ഈ ഒരു ലിവർ പുള്ളി ചെയ്യുന്ന സമയത്ത് വരുന്നത്. നല്ലൊരു കാര്യമാണ്. കാരണം ആക്കി കുറച്ച് കോംപ്ലിക്കേഷൻ ആക്കുന്നതിൽ കഴിഞ്ഞാൽ നല്ലതാണ്. റിക്ലൈനേഴ്സും നല്ല അടിപൊളിയാണ്. സീറ്റിനെ കുറിച്ചും കൂടെ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് പോലെ, അതായത് നമ്മുടെ ഈ ഒരു കപ്പിനകത്തിരിക്കുന്ന ആ ഒരു സെയിം ഫീല് തന്നെ എനിക്ക് കിട്ടുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പുള്ളി ചെയ്താൽ മതി. ഇത് ഹുഡ് തുറക്കുന്ന സ്വിച്ച്, ഇത് 2 ഓക്കെ. ഇതെല്ലാം മാനുവലായിട്ട് തന്നെയാണ് വരുന്നത്. ഫിസിക്കൽ ടൈപ്പ് തുറക്കാൻ വേണ്ടിയുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊന്ന് കയറിയിരുന്ന് അവിടുത്തെ ഫീച്ചറും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫീച്ചറും കൂടെ കാണാം. അതായത് ഇതിൻ്റെ കീ ഫോബിൻ്റെ ഫീച്ചറും കൂടെ ഒന്ന് കാണാം. നമുക്കൊരു ലോക്ക്, അൺലോക്ക്, ഹോൾഡ് എന്ന് പറഞ്ഞു, അതായത് ഡിക്കി ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. യെസ്, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അവിടെ ചെന്ന് ആ ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ഒരു കാര്യമില്ല. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, ഇനി നമുക്കൊരു കോ ഡ്രൈവർ സൈഡിലെ സീറ്റിലിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു എന്നാ പറയുന്നത്, ഇരിക്കാനും ഒക്കെ കുറച്ചുകൂടെ കാരണം വിശാലത കുറച്ച് കൂടുതലുണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ലാതെ ഇവിടെ കുറച്ചുകൂടെ വിശാലതയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എനിക്ക് ഇരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, കൈയൊക്കെ നല്ല സുഖമായിട്ട് വെച്ച് AC വെൻസും ഒക്കെ കൺട്രോൾ ചെയ്തിരിക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മിററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. 2 റൂഫ് ലാമ്പ് വരുന്നുണ്ട്. അത് റീഡിംഗ് ലൈറ്റ് പോലെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതല്ലാതെ പിന്നെ ഇവിടെ നമുക്കൊരു ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് വിത്ത് ലൈറ്റ്. റൂഫ് ലാമ്പ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം. ഹെഡ് റെസ്റ്റും പക്കയാണ്. താത്തും ഒക്കെ വെക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഇല്ല, ജസ്റ്റ് റിക്ലൈനിങ് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് ഈ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഗ്ലോ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കാലെ മുട്ടുന്നൊരു പരിപാടിയില്ല. അതും നല്ലൊരു കാര്യം തന്നെയാണ്. മുട്ടുന്നില്ല. പല വാഹനങ്ങളുടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് വന്നിടിക്കും. ഇനിയിപ്പോൾ കാലൊക്കെ മാറ്റി വെച്ചിട്ട് വേണം പിന്നെ ഇത് തുറക്കേണ്ടി വരുന്നുള്ളൂ. ഈ ഒരു കാര്യത്തിൽ അത് പ്രശ്നമില്ല എന്ന് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഇനി നമുക്ക് പുറകിലോട്ടൊന്നിരിക്കാം. പുറകിലത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം.
ഓക്കെ, ഇനിയൊരു ബാക്ക് റോയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മുടെ ലെഗ് റൂമാണ്. അതായത് ലെഗ് സ്പേസ് നമുക്ക് നല്ല രീതിക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ ബാക്കിലത്തെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഏതായാലും ഈ ഒരു സീറ്റ് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു, ഞാൻ ഏറ്റവും ബാക്കിലോട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഇരിക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ഏതായാലും അത്ര ഇറക്കിയിട്ട് കഴിഞ്ഞിട്ട് തട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും ഫ്രീ ആണ്. അതായത് അത്രയും ബുദ്ധിമുട്ടിയോ കൺജസ്റ്റഡ് ആയിട്ടോ അല്ല ഞാനിവിടെ ഇരിക്കുന്നത്, സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഹെഡ് റെസ്റ്റും ഉണ്ട്. ഇതിൽ 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 3 ഹെഡ് റെസ്റ്റിൽ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ പോലും നടുക്കുള്ളവരെ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം പല കമ്പനിക്കാരും നടുക്കുള്ളവരെ കൺസിഡർ ചെയ്യാറില്ല, 2 സൈഡും മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇത് സെൻറ്റർ ആളെയും കൺസിഡർ ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെ. പിന്നെ നല്ലൊരു ആംബ്രസ്റ്റ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ എനിക്കതൊരു മിസ്സിംഗ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ AC വെൻറ്റ്, ഇതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെയൊക്കെ സ്ഥിരം പറയുന്ന പോലെ മിക്ക വാഹനങ്ങൾക്ക് വരുന്ന പോലെ ഇവിടെ ഒരു ബ്ലോവറോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലത്തെ പ്രഷർ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് വരുന്നുണ്ട്. 12 വോൾട്ടാണ് വരുന്നത്, A ടൈപ്പ് ഒന്നും അല്ല വരുന്നത്. ജസ്റ്റ് ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് നമുക്കവിടെ ആഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഡോർ പോക്കറ്റ്സിലെല്ലാം അത്യാവശ്യം ഒരു ബോട്ടിൽ കഷ്ടി വെക്കാൻ പറ്റുന്ന ഒരു 500 ml ബോട്ടിലൊക്കെ കഷ്ടിച്ച് വെക്കാൻ സാധിക്കുന്ന ഒരു രീതി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുമാത്രമാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് ബാക്ക് സൈഡിൽ ഇരുന്നിട്ട് പറയാനുള്ള. ബാക്കിയെല്ലാം ആസിറ്റീസ്. സേഫ്റ്റിയുടെ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. സേഫ്റ്റി സൈഡ് നോക്കുമ്പോഴത്തേക്കും 6 എയർ ബാഗ്സ്, അത് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് വരേണ്ട കാര്യം തന്നെയാണ്. ഈ സൈഡിൽ തൊട്ട് അങ്ങ് ബാക്ക് വരെ ഒരു എയർ ബാഗ്, ഇവിടെ രണ്ടാമത്തെ എയർ ബാഗ്, 3, 4, 5, ആ സൈഡിലൊന്ന് 6, അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ADAS ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നത് നമുക്ക് ഈ മേളിൽ കാണാൻ സാധിക്കുന്ന ഒരു ക്യാമറയാണ്. 100 ഡിഗ്രിയാണ് ഇത് വൈഡ് വരുന്നത്. 100 ഡിഗ്രി വൈഡും 120 മീറ്ററിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 120 മീറ്റർ കവറേജിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ സെൻസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ 120 മീറ്റർ മുമ്പിൽ തൊട്ട് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വാഹനം ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ വാഹനം ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ ഇത് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമുക്ക് കൃത്യം പറയാൻ സാധിക്കത്തില്ല. നമ്മുടെ റോഡായതുകൊണ്ട് കുറ്റം പറഞ്ഞതല്ല, ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ചൈൽഡ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചൈൽഡ് ISO ഫിക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ABS, EBD അങ്ങനത്തെ ഉള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിനി എഞ്ചിൻ സൈഡും കൂടെ ഒന്ന് നോക്കാം. അതാണ് നമ്മൾ ഈ കാണുന്ന ഒരു 4 സിലിണ്ടർ 1.2 ലിറ്റർ എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. VTEC, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ വേരിയബിൾ വാൽവ് ടൈമിംഗ് വരുന്ന മോഡൽ തന്നെയാണ് ഈ ഒരു എഞ്ചിൻ എന്ന് നമുക്ക് പറയാം. ഏതായാലും കാഴ്ചയിൽ അടിപൊളിയാണ്. ഒരുപാട് ഇറങ്ങി പണിയെടുക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഒരു പണി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു എഞ്ചിൻ റൂം തുറക്കുന്ന സമയത്ത് കാണുമ്പോൾ കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി, അതായത് കൈ ഇടാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പണി ചെയ്യാൻ സാധിക്കും എന്ന് എപ്പോഴും പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ നമുക്കൊരു ഫ്ലൂയിഡ് ക്ലച്ച് തന്നെയാണ് വരുന്നത്. നമുക്കത് പ്രത്യക്ഷത്തിൽ ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഫ്ലൂയിഡ് ക്ലച്ച്. പമ്പ് ചെയ്ത സമയത്ത് ക്ലച്ചിൻ്റെ പമ്പ് പുറത്തായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ പമ്പൊക്കെ മാറാൻ എളുപ്പമുണ്ട്. ക്ലച്ച് പമ്പ്, ഓൾട്ടർനേറ്ററും കാര്യങ്ങളൊക്കെ മേളിൽ തന്നെയാണ്. ഇലക്ട്രിക്കൽ വാട്ടർ പമ്പ് വന്നു തുടങ്ങി, നല്ലൊരു കാര്യമാണ്. 4 സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റേതായ വൈബ്രേഷൻസ് കുറവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. ഏറ്റവും വലിയൊരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ അൺലിമിറ്റഡ് വാറണ്ടിയാണ്. അതായത് 7 വർഷത്തിൽ ഇത്രയും കിലോമീറ്റർ എന്നൊരു കണക്ക് പറയുന്നില്ല. നിങ്ങൾ മാക്സിമം ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഓടിയാലും 7 ഇയേഴ്സ് ഈ വാഹനത്തിൽ വാറണ്ടി കിട്ടുന്നുണ്ട്. 10 ഇയേഴ്സ് വരെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. എന്നാൽ 7 ഇയേഴ്സ് വരെ, അതെനിക്കൊന്ന് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയാണ്. കാരണം വേറെ ഒരു വാഹന കമ്പനി പോലും 7 വർഷത്തെ വാറണ്ടി കൊടുക്കുന്ന എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ഇടുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഈ ഒരു എഞ്ചിൻ റൂം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ വൈഡ് സ്പേസ് കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞ ഒരു ക്രംബിൾ സോണിൻ്റെ പോർഷൻ തന്നെയാണ്. അതായത് ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഹിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത് റേഡിയേറ്റർ കണ്ടൻസർ ഇടിച്ചകത്തോട്ട് വരുന്ന സമയത്താണെങ്കിൽ പോലും ഇവിടം കൊണ്ട് ആ ഇടി നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ എഞ്ചിൻ സൈഡിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ പോകുകയാണെങ്കിൽ മാത്രമേ ഈ പോർഷൻസ് ഒക്കെ പൊട്ടി എഞ്ചിനൊന്ന് വിട്ടു പോകാനുള്ള ചാൻസസ് കൂടുതലുള്ളൂ. ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇനി ഒരു നെഗറ്റീവ് സൈഡ് കൊണ്ടൊന്ന് പറഞ്ഞേക്കാം. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇവിടെ ഒരു കവർ കൂടെ കൊടുക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ഒരു പോസിറ്റീവ് കൂടെ പറയാം. ഒരു നെഗറ്റീവ് പറയുമ്പോൾ ഒരു പോസിറ്റീവ് പറയണമല്ലോ. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, പല വാഹനങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു പോർഷൻ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത് നല്ല രീതിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫ്രണ്ടിൽ കൊടുക്കാറുണ്ടെങ്കിൽ ഒരു NVH, നോയ്സ് വൈബ്രേഷൻ ഹാർഷ്നെസ് കുറച്ച് കുറഞ്ഞേനെ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്കിവിടെ കാണിക്കുന്നില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, അതുകൂടെ ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ കാണാനൊരു ഭംഗി എന്ന്
എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാനുവൽ വേരിയൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. ഇനി നമുക്കൊരു CVT വേരിയൻറ്റ് കണ്ടാലോ. ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നത് CVT വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. CVT 7 സ്പീഡാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റേ വാഹനം മാനുവലിനെ അപേക്ഷിച്ച് നമുക്കൊരു വ്യത്യാസം പറയാനുള്ളത് പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുള്ള ഈ ഒരു കാര്യം ഭയങ്കര സ്മൂത്താണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് അത്യാവശ്യം നല്ല രീതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗുമ്മായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല റാഷായിട്ടൊക്കെ ഡ്രൈവ് ചെയ്യണം. റാഷ് ഡ്രൈവിങ് പാടില്ലെന്നാണ്, പക്ഷേ എന്നാലും നമുക്കൊരു പൊളിച്ച് ഓടിക്കണം എന്നൊക്കെ ഒരു പ്ലാൻ മനസ്സിലുള്ള ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന കൂട്ടത്തിൽ പടപടപടപടാന്ന് പറഞ്ഞ് ഗിയേഴ്സൊക്കെ മാറി നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന CVT വേരിയൻ്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസിറ്റീസ് ഇവിടെ എല്ലാം സെയിം ആണ്. ഗിയർ ലിവർ നോബിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന P മോഡ്, R മോഡ്, ന്യൂട്രൽ മോഡ്, ഡ്രൈവ് മോഡ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഏതായാലും സംഗതി അടിപൊളിയാണ് ഒരു CVT വേരിയൻറ്റ്. പിന്നെ മൈലേജ് വൈസ് മാത്രം കുറച്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, കാരണം CVT പൊതുവേ നമുക്കറിയാം മൈലേജ് കുറച്ച് കുറവാണ് കാല് കൂടുതൽ കൊടുത്ത് ഓടിക്കുന്ന വ്യക്തികൾക്കെല്ലാം. ഇതിൽ വേറൊരു ഫീച്ചറും കൂടി ഞാൻ കാണിച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നേരത്തെ റിമോട്ട് കണ്ടായിരുന്നു. ഈ റിമോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്ക് അൺലോക്ക്, ഒരു റൊട്ടേറ്റ് പോലെ അല്ലെങ്കിൽ ഒരു സൈക്കിളിൻ്റെ പടം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡിക്കി ഓപ്പൺ നമുക്കറിയാം എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാണ്. ലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വാഹനം സ്റ്റാർട്ടായിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. കാരണം നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ എവിടെയെങ്കിലും ഈ വാഹനമൊക്കെ നിർത്തിവെച്ചും പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല വെയിലത്ത് ഇതുപോലെയൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് AC ഓൺ ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് AC ഓൺ ആക്കി ഇടാൻ സാധിക്കും. വാഹനത്തിൽ നിന്ന് ഒരു 250 മീറ്റർ വരെ നമുക്ക് ഈ ഒരു കീ ഫോബ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഹോണ്ട കണക്ട് എന്ന് പറയുന്ന നമ്മുടെ മൊബൈൽ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ദൂരത്ത് നിന്ന് വേണമെങ്കിലും ഈ വാഹനം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെയും വരാൻ സാധ്യതയുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ പിള്ളേർ വല്ല ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വാഹനത്തിലോട്ട് ഇങ്ങനെ തുറന്ന് കയറുക എന്ന് വെച്ചോളൂ. ഇങ്ങനെ തുറന്ന് കയറുകയാണെങ്കിൽ ഇപ്പം ഈ ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൈ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ആവും. ഇവിടെ സെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബട്ടൺ ജസ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ വാഹനത്തിലോട്ട് കയറി വാഹനം ഇപ്പോൾ സ്റ്റാർട്ടാണ്, AC ഓണാണ്. പക്ഷേ മീറ്ററിൽ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇതിപ്പം ഓണായി, ഇതാണ്ട് AC വർക്കിംഗ് ആണ്. അതേ സ്ഥാനത്ത് ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം എനിക്ക് വാഹനം ഇനി ഓടിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷേ ഈ വാഹനത്തിൽ കയറി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കിയാൽ വാഹനം ഫുൾ ഓഫായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീച്ചർ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫീച്ചർ. ഏതായാലും സംഗതി കൊള്ളാം. അങ്ങനെ നമ്മുടെ ഏറ്റവും പുതിയ മോഡൽ അമേസിൻ്റെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി ഈ വാഹനത്തിൻ്റെ ഒരു വാക്ക് റൗണ്ട് മാത്രമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഈ ഒരു വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ പ്രീമിയർ ഹോണ്ടയുടെ സെയിൽസിൻ്റെ നമ്പറാണ് ഞാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. ഉടനെ തന്നെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും.